നമസ്കാരം. കേരളത്തിലെ 140 മണ്ഡലങ്ങളിലെ വികസന പ്രവർത്തനങ്ങളെ പരിചയപ്പെടുത്തുന്ന വികസന വീതിയിൽ വിജയ കേരളം എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. ഈ എപ്പിസോഡിൽ തൃശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുട, പുതുക്കാട് എന്നീ മണ്ഡലങ്ങളിലെ വികസന പ്രവർത്തനങ്ങൾ പരിചയപ്പെടാം. തൃശൂർ ജില്ലയുടെ സാംസ്കാരിക ഭൂപടത്തിൽ തനതായ സ്ഥാനം അടയാളപ്പെടുത്തിയ ചരിത്രവും പാരമ്പര്യവും ഇടചേർന്ന് കിടക്കുന്ന ഇരിങ്ങാലക്കുട നിയോജക മണ്ഡലം, മുകുന്ദപുരം താലൂക്കിലെ ഇരിങ്ങാലക്കുട മുനിസിപ്പാലിറ്റിയും ഇതേ താലൂക്കിലെ തന്നെ കാറളം, കാട്ടൂർ, മുരിയാട്, പടിയൂർ, പൂമംഗലം, വെള്ളുകര എന്നീ ഗ്രാമപഞ്ചായത്തുകളും ചാലക്കുടി താലൂക്കിലെ ആളൂർ ഗ്രാമപഞ്ചായത്തും ചേർന്നതാണ് ഈ നിയോജക മണ്ഡലം. വിശ്വപ്രസിദ്ധമായ കൂടൽമാണിക്യം ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം, ശാസ്ത്ര സാങ്കേതിക രംഗത്തും വിദ്യാഭ്യാസ മേഖലയിലും തനതായ സംഭാവനകൾ നൽകിയ നാട്. ഇങ്ങനെ ഒരുപാട് വിശേഷണങ്ങളുണ്ട് ഇരിങ്ങാലക്കുടയ്ക്ക്. ഇന്ന് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഈ നാടിൻ്റെ ഭാവിയെ പുനർനിർവചിക്കുന്ന സംസ്ഥാന സർക്കാരിൻ്റെ നേതൃത്വത്തിൽ കിഫ്ബി പോലുള്ള സംവിധാനങ്ങളിലൂടെ യാഥാർത്ഥ്യമാകുന്ന കോടിക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ചാണ്. ഇരിങ്ങാലക്കുടയുടെ സമഗ്ര പുരോഗതി യാഥാർത്ഥ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ വിവിധ സർക്കാർ വകുപ്പുകൾ ഏകോപിപ്പിച്ച് നിരവധി പദ്ധതികളാണ് ഇവിടെ നടപ്പിലാക്കുന്നത്. അടിസ്ഥാന സൗകര്യ വികസനം മുതൽ മനുഷ്യ വിഭവശേഷി വികസനം വരെ നീളുന്ന ഈ പദ്ധതികൾ ഓരോന്നും ഇരിങ്ങാലക്കുടയുടെ നാളെ ശോഭനമാക്കാൻ ഉതകുന്നവയാണ്. പൊതുമരാമത്ത്, പൊതുവിദ്യാഭ്യാസം, ആരോഗ്യം, ഊർജം, രജിസ്ട്രേഷൻ, ജലവിഭവം, ആസൂത്രണം തുടങ്ങിയ തന്ത്രപ്രധാന മേഖലകളിൽ സർക്കാർ നടത്തുന്ന ഇടപെടലുകൾ എത്രത്തോളം വലുതാണെന്നും അവ സാധാരണക്കാരൻ്റെ ജീവിതത്തെ എങ്ങനെയാണ് സ്പർശിക്കുന്നതെന്നും നമുക്ക് വിശദമായി പരിശോധിക്കാം. ഇരിങ്ങാലക്കുട നിയോജക മണ്ഡലത്തിൻ്റെ സമഗ്രമായിട്ടുള്ള വികസനത്തിൻ്റെ സമാനതകളില്ലാത്ത നാളുകളിലൂടെയാണ് ഇന്ന് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ മണ്ഡലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സർക്കാർ വിദ്യാഭ്യാസ സ്ഥാപനമായിട്ടുള്ള നടവരമ്പ് ഹയർ സെക്കൻഡറി സ്കൂളിന് 5 കോടി രൂപയാണ് കിഫ്ബി വഴി നമുക്ക് അനുവദിച്ച് കിട്ടിയത്. മനോഹരമായിട്ടുള്ള വിദ്യാഭ്യാസ കേന്ദ്രമെന്ന രീതിയിൽ നല്ല രീതിയിൽ അതിൻ്റെ കെട്ടിടത്തിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി കഴിഞ്ഞു. ആസ്തി വികസന ഫണ്ട് കൂടി കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഏകദേശം 10.5 കോടി രൂപയുടെ കെട്ടിട സമുച്ചയങ്ങൾ അവിടെ നമുക്ക് നിർമ്മിക്കാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട 2 വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് ഗവൺമെൻറ് മോഡൽ ഹയർ സെക്കൻഡറി ഗേൾസ് ഹൈസ്കൂളും ഗവൺമെൻറ് മോഡൽ ബോയ്സ് ഹൈസ്കൂളും. ഈ 2 സ്കൂളുകൾക്കും 1 കോടി രൂപ വീതം നൽകി പുതിയ കെട്ടിടങ്ങളുടെ നിർമ്മാണം ഇപ്പോൾ പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഇത് കൂടാതെയാണ് നമ്മുടെ മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട ഒരു പാതയായ വെള്ളപ്പൊക്കത്തിന് എല്ലാ വർഷവും മഴക്കാലത്ത് വെള്ളം കയറുന്ന റോഡ് എന്ന രീതിയിലാണ് മൂർക്കനാട് നിന്നും കാറളത്തേക്കും കാറളത്തു നിന്ന് കാട്ടൂരിലേക്കും പോകുന്ന റോഡ്. ആ റോഡിൻ്റെ സമഗ്രമായിട്ട് വികസനത്തിന് വേണ്ടി പുത്തൻതോട് മുതൽ കാട്ടൂർ വരെയുള്ള ഒരു 18 കിലോമീറ്റർ ദൂരം വരുന്ന റോഡിന് 48 കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത്. അതുപോലെ മുൻ മന്ത്രിയായിരുന്ന PK ചാത്തർ മാസ്റ്ററുടെ പേരിലുള്ള റോഡ് നിർമ്മാണത്തിന് 10 കോടി രൂപയാണ് കിഫ്ബി വഴി നമുക്കിപ്പോൾ അനുവദിച്ച് കിട്ടിയിട്ടുള്ളത്. അതുപോലെ ആളൂരിലെ കല്ലേറ്റിങ്കലിൽ സ്ഥിതി ചെയ്യുന്ന രജിസ്റ്റർ ഓഫീസിന് 1,13,00,000 രൂപ കിഫ്ബി വഴി നമുക്ക് അനുവദിച്ച് കിട്ടിയിട്ടുണ്ട്. പറയങ്കടവ് പാലം കാട്ടൂരിനെയും അതുപോലെ തന്നെ ഈ ഇരിങ്ങാലക്കുട മണ്ഡലത്തെ കയ്പമംഗലം മണ്ഡലവുമായി ബന്ധിപ്പിക്കുന്ന പറയങ്കടവ് പാലത്തിന് കിഫ്ബി വഴി പണം അനുവദിച്ച് ലഭിച്ചിട്ടുണ്ട്. നമ്മുടെ മണ്ഡലത്തിൻ്റെ ഒരു സർവ്വതോന്മുഖമായിട്ട് വികസനം എന്ന് പറയുന്നത് ഇങ്ങനെ വിവിധ തലങ്ങളിൽ സർക്കാരിൻ്റെ നേരിട്ടുള്ള സഹായം വഴിയുണ്ട്, ആസ്തി വികസന ഫണ്ടിൻ്റെ ഉണ്ട്, സ്പെഷ്യൽ ഫണ്ടിൻ്റെ ഉണ്ട്. ഇതെല്ലാം കൂടി വലിയ വികസനത്തിൻ്റെ മുന്നേറ്റമാണ് ഇരിങ്ങാലക്കുടയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു പതിറ്റാണ്ടുകളായി ഇരിങ്ങാലക്കുടക്കാരുടെ പ്രധാനപ്പെട്ട സ്വപ്നമായിരുന്നു ഡാണ ചന്തക്കുന്ന് റോഡിൻ്റെ വികസനം. അതിന് 17 മീറ്റർ വീതിയിൽ സ്ഥലമേറ്റെടുത്ത് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ KSTP നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതുകൂടാതെയാണ് 7 നില ബിൽഡിങ് പുതിയതായി നിർമ്മിച്ചുകൊണ്ട് നമ്മുടെ മണ്ഡലത്തിൽ ജനറൽ ആശുപത്രി പുതിയ കെട്ടിടത്തിലേക്ക് മാറാനുള്ള തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 7 നില കെട്ടിടം പണി പൂർത്തീകരിച്ചു കഴിഞ്ഞു. ഇനി അതിൻ്റെ അനുബന്ധ സൗകര്യങ്ങൾ കൂടി ഏർപ്പെടുന്നതോടുകൂടി ഈ ജില്ലയിലെ 2ാമത്തെ ഏറ്റവും വലിയ ആശുപത്രി എന്ന രീതിയിലേക്ക് നമ്മുടെ ജനറൽ ആശുപത്രി മാറുകയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ കോടതികളിൽ ഒന്നായി ഹൈക്കോടതി സമുച്ചയം കഴിഞ്ഞാൽ 2ാമത്തെ കോടതി സമുച്ചയമായി ഇരിങ്ങാലക്കുടയിലെ കോടതി സമുച്ചയം മാറുകയാണ്. അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിലാണ്. ഇരിങ്ങാലക്കുടയുടെ എല്ലാ പ്രധാനപ്പെട്ട റോഡുകളും നമുക്ക് നവീകരിക്കാൻ കഴിഞ്ഞു. BMBC ടാറിങ്ങിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി കഴിഞ്ഞു.
തദ്ദേശ സ്ഥാപനങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടി ഗ്രാമീണ റോഡുകൾ മുഖ്യമന്ത്രിയുടെ സഹായത്തോടു കൂടി നിരവധി റോഡുകളാണ് നമുക്ക് പൂർത്തീകരിക്കാൻ വേണ്ടി കഴിഞ്ഞത്. ഇന്ന് ഇരിങ്ങാലക്കുട മണ്ഡലത്തിലെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും നമ്മുടെ സർക്കാരിൻ്റെ സഹായത്തോടു കൂടിയിട്ടുള്ള തദ്ദേശ സ്ഥാപനങ്ങളുടെ മുൻകൈയോട് കൂടിയിട്ടുള്ള അതിശക്തമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങളുടെ തേരോട്ടമാണ് നടക്കുന്നത്. ഇത് നമ്മുടെ 4ാം വാർഷികം പൂർത്തീകരിക്കുന്ന ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ്റിന് വലിയ ഊർജം പകരുന്നതാണ്. ഇടതുപക്ഷ സർക്കാരിന് പിന്തുണ നൽകുന്ന സ്ഥിതിയാണ് ജനങ്ങളാകെ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. മികച്ച ഗതാഗത ശൃംഖലയാണ് ഏതൊരു നാടിൻ്റെയും വളർച്ചയുടെ അടിസ്ഥാനശില. ഇരിങ്ങാലക്കുടയിലെ റോഡ് സൗകര്യങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെ പൊതുമരാമത്ത് വകുപ്പ് കേരള റോഡ് ഫണ്ട് ബോർഡ് വഴി നടപ്പിലാക്കുന്ന പദ്ധതികൾ ഏറെ ശ്രദ്ധേയമാണ്. ഇതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് കരുവന്നൂർ കാട്ടൂർ റോഡിൻ്റെ സമഗ്ര നവീകരണം. ഏകദേശം 11.75 കിലോമീറ്റർ ദൂരത്തിൽ ആധുനിക രീതിയിൽ പുനർനിർമ്മിക്കുന്ന ഈ റോഡിനായി 43.67 ലക്ഷം രൂപയാണ് സർക്കാർ നീക്കിവെച്ചിരിക്കുന്നത്. ഈ റോഡ് പൂർത്തിയാകുന്നതോടെ യാത്ര സുഗമമാകും എന്ന് മാത്രമല്ല, ഈ മേഖലയിലെ കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിപണനം എളുപ്പമാക്കാനും വാണിജ്യ സ്ഥാപനങ്ങളുടെ വളർച്ചയ്ക്കും ഇത് വലിയ മുതൽക്കൂട്ടാകും. സമാനമായ പ്രാധാന്യമുള്ള മറ്റൊരു പദ്ധതിയാണ് ചാത്തൻ മാസ്റ്റർ റോഡിൻ്റെ നവീകരണം. ഏകദേശം 8.48 കിലോമീറ്റർ ദൂരം വരുന്ന ഈ റോഡ് മെച്ചപ്പെടുത്തുന്നതിനായി 34.36 ലക്ഷം രൂപയുടെ ഭരണാനുമതിയാണ് ലഭിച്ചിട്ടുള്ളത്. മികച്ച റോഡുകൾ അപകടങ്ങൾ കുറയ്ക്കാനും യാത്രാസമയം ലാഭിക്കാനും സഹായിക്കും. ഈ റോഡുകൾ പൂർത്തിയാകുന്നതോടെ ഇരിങ്ങാലക്കുടയുടെ പ്രധാന കേന്ദ്രങ്ങളിലേക്കും സമീപ പട്ടണങ്ങളിലേക്കുമുള്ള യാത്ര കൂടുതൽ സുരക്ഷിതവും വേഗതയേറിയതുമാകും. തൊട്ടടുത്ത മണ്ഡലങ്ങളിലെ പറയംകടവ് പാലം പോലുള്ള വലിയ പാലം പദ്ധതികളും ഇരിങ്ങാലക്കുട കണക്ടിവിറ്റി വർദ്ധിപ്പിക്കാൻ സഹായിക്കും. ഇതെല്ലാം കിഫ്ബി എന്ന വികസന സങ്കല്പത്തിന്റെ പ്രായോഗിക നേട്ടങ്ങളാണ്. വിദ്യാഭ്യാസ രംഗത്ത് ഒരു വിപ്ലവം തന്നെയാണ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത്. ഇതിന്റെ ഭാഗമായി ഇരിങ്ങാലക്കുടയിലെ സർക്കാർ എയ്ഡഡ് സ്കൂളുകൾ ഭൗതിക സാഹചര്യങ്ങളിലും അക്കാദമിക് നിലവാരത്തിലും വലിയ മാറ്റങ്ങൾക്ക് വിധേയമാവുകയാണ്. പൊതുവിദ്യാഭ്യാസ വകുപ്പ് കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ വഴി നടപ്പിലാക്കുന്ന തൃശൂർ ക്ലസ്റ്റർ 9 പദ്ധതിക്കായി 16.26 ലക്ഷം രൂപ അനുവദിച്ചതിൽ 11.26 ലക്ഷം രൂപയുടെ പ്രവർത്തനങ്ങൾ ഇതിനകം പൂർത്തിയായി കഴിഞ്ഞു. ഇത് സ്കൂൾ കെട്ടിടങ്ങളുടെ നവീകരണം, ലാബ്, ലൈബ്രറി സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കൽ തുടങ്ങിയവയ്ക്ക് ഊർജം നൽകി. ഇതിനു പുറമെ കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ എന്ന സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ വഴി നടപ്പിലാക്കുന്ന തൃശൂർ ക്ലസ്റ്റർ ഫേസ് 2 പദ്ധതിയും ഇരിങ്ങാലക്കുടയിലെ സ്കൂളുകൾക്ക് പ്രയോജനകരമാണ്. 39.48 ലക്ഷം രൂപയുടെ ഈ വലിയ പദ്ധതിയിൽ 29.82 ലക്ഷം രൂപയുടെ പ്രവർത്തനങ്ങൾ ഇതിനകം നടന്നു കഴിഞ്ഞു. ഇതിലൂടെ ഹൈടെക് ക്ലാസ് റൂമുകൾ, ഡിജിറ്റൽ പഠന സാമഗ്രികൾ, അധ്യാപകർക്ക് വിദഗ്ധ പരിശീലനം എന്നിവ ലഭ്യമാകുന്നു. നമ്മുടെ കുട്ടികൾക്ക് ലോകോത്തര നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം ഉറപ്പാക്കുക എന്നതാണ് ഇതിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത്. ആരോഗ്യമാണ് സമ്പത്ത് എന്ന തത്വം ഉൾക്കൊണ്ട് ആരോഗ്യമേഖലയിൽ സർക്കാർ നടത്തുന്ന ഇടപെടലുകൾ ഏറെ പ്രധാനപ്പെട്ടതാണ്. പകർച്ചവ്യാധികൾ ഉൾപ്പെടെയുള്ള അടിയന്തര സാഹചര്യങ്ങളെ നേരിടാൻ പ്രാഥമിക തലത്തിൽ തന്നെ സൗകര്യങ്ങൾ ഒരുക്കുന്നതിൻ്റെ ഭാഗമായി സംസ്ഥാനത്തെ 140 നിയോജക മണ്ഡലങ്ങളിലും 10 കിടക്കകളുള്ള ഐസൊലേഷൻ വാർഡുകൾ നിർമ്മിക്കുന്ന ബൃഹത് പദ്ധതി ഇരിങ്ങാലക്കുടയ്ക്കും ലഭിക്കുന്നു. കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ ലിമിറ്റഡ് വഴി നടപ്പിലാക്കുന്ന ഈ പദ്ധതിക്കായി സംസ്ഥാന തലത്തിൽ 236.30 ലക്ഷം രൂപയാണ് നീക്കിവെച്ചിരിക്കുന്നത്.
ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കുക എന്നത് ഒരു സംസ്ഥാനത്തിന്റെ വളർച്ചയ്ക്ക് അത്യന്താപേക്ഷിതമാണ്. ഈ ലക്ഷ്യം മുൻനിർത്തി KSEB ട്രാൻസ്ഗ്രിഡ് വഴി നടപ്പിലാക്കുന്ന നോർത്ത് സൗത്ത് ഇന്റർലിങ്ക് പാക്കേജ് 1, പാക്കേജ് 2 പദ്ധതികൾ സംസ്ഥാനത്തിന്റെ വൈദ്യുതി പ്രസരണ ശൃംഖലയുടെ നട്ടെല്ലാണ്. യഥാക്രമം 119 കോടി 30 ലക്ഷം രൂപയും 236 കോടി 57 ലക്ഷം രൂപയുമാണ് ഈ കിഫ്ബി പദ്ധതികൾക്കായി അനുവദിച്ചിട്ടുള്ള ഭീമമായ തുക. പാക്കേജ് 1ന്റെ ഭൂരിഭാഗം തുകയും ഇതിനകം ചെലവഴിച്ചു കഴിഞ്ഞു. ഈ പദ്ധതികൾ പൂർണ്ണമാകുമ്പോൾ സംസ്ഥാനത്തുടനീളം, പ്രത്യേകിച്ച് ഇരിങ്ങാലക്കുട ഉൾപ്പെടുന്ന മധ്യ കേരളത്തിൽ വോൾട്ടേജ് ക്ഷാമം പരിഹരിക്കാനും തടസ്സമില്ലാത്ത വൈദ്യുതി വിതരണം ഉറപ്പാക്കാനും സാധിക്കും. ഇത് വീടുകൾക്ക് മാത്രമല്ല, വ്യവസായങ്ങൾക്കും വാണിജ്യ സ്ഥാപനങ്ങൾക്കും വലിയ അനുഗ്രഹമാകും. സർക്കാർ സേവനങ്ങൾ വേഗത്തിലും സുതാര്യമായും ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ രജിസ്ട്രേഷൻ വകുപ്പും നവീകരണങ്ങൾ ഏറ്റെടുക്കുകയാണ്. ഇതിന്റെ ഭാഗമായി ഇരിങ്ങാലക്കുട മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന കല്ലേറ്റുംകരയിൽ ആധുനിക സൗകര്യങ്ങളോട് കൂടിയ പുതിയ സബ് രജിസ്ട്രാർ ഓഫീസ് കെട്ടിടം നിർമ്മിക്കുന്നു. തൃശൂർ, മലപ്പുറം ജില്ലയിലെ 7 സബ് രജിസ്ട്രാർ ഓഫീസുകൾ നവീകരിക്കുന്ന ക്ലസ്റ്റർ 4 പദ്ധതിയുടെ ഭാഗമാണിത്. 17 കോടി 39 ലക്ഷം രൂപയുടെ ഈ പദ്ധതി കേരള സ്റ്റേറ്റ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ ലിമിറ്റഡാണ് നടപ്പിലാക്കുന്നത്. ഇതിൽ 11 കോടി 28 ലക്ഷം രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നു കഴിഞ്ഞു. പുതിയ കെട്ടിടം യാഥാർത്ഥ്യമാകുന്നതോടെ രേഖകളുടെ സുരക്ഷിതത്വവും സേവനങ്ങളുടെ വേഗതയും വർദ്ധിക്കും. മാറുന്ന ലോകത്തിനനുസരിച്ച് യുവജനങ്ങളെ തൊഴിൽ സജ്ജരാക്കുക എന്ന ലക്ഷ്യത്തോടെ ആസൂത്രണ സാമ്പത്തിക കാര്യ വകുപ്പ് കേരള ഡെവലപ്മെന്റ് ആൻഡ് ഇന്നോവേഷൻ സ്ട്രാറ്റജിക് കൗൺസിൽ വഴി നടപ്പിലാക്കുന്ന വർക്ക് നിയർ ഹോം പദ്ധതിയും ഏറെ ശ്രദ്ധേയമാണ്. 27 കോടി 50 ലക്ഷം രൂപയുടെ ഈ സംസ്ഥാനതല പദ്ധതി യുവജനങ്ങൾക്ക് അവരുടെ വീടിനടുത്ത് തന്നെ ആധുനിക തൊഴിൽ മേഖലകളിൽ വൈദഗ്ധ്യം നേടാനും അതുവഴി മികച്ച വരുമാനം കണ്ടെത്താനും അവസരമൊരുക്കുന്നു. ഇരിങ്ങാലക്കുടയിലെ യുവജനങ്ങൾക്കും ഈ പദ്ധതിയുടെ പ്രയോജനം ലഭിക്കും. ശുദ്ധജലം ഓരോ പൗരന്റെയും അവകാശമാണ്. ഈ ലക്ഷ്യം മുൻനിർത്തി ജലവിഭവ വകുപ്പ് കേരള വാട്ടർ അതോറിറ്റി വഴി നടപ്പിലാക്കുന്ന തൃശൂർ കോർപ്പറേഷനും സമീപ പഞ്ചായത്തുകൾക്കുമുള്ള സമഗ്ര കുടിവെള്ള പദ്ധതിയുടെ 1ാം ഘട്ടം ഇരിങ്ങാലക്കുടയുടെ സമീപ പ്രദേശങ്ങളിലെയും കുടിവെള്ള ക്ഷാമത്തിന് പരിഹാരം കാണാൻ സഹായിക്കുന്നു. 212 കോടി രൂപയുടെ ഈ ബൃഹത് പദ്ധതിയുടെ പ്രയോജനം ഘട്ടം ഘട്ടമായി കൂടുതൽ പ്രദേശങ്ങളിലേക്ക് വ്യാപിപ്പിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. നാം ഇവിടെ വിശദീകരിച്ചത് ഇരിങ്ങാലക്കുട നിയോജക മണ്ഡലത്തിൽ സംസ്ഥാന സർക്കാർ കിഫ്ബിയുടെയും മറ്റ് ഏജൻസികളുടെയും സഹായത്തോടെ നടപ്പിലാക്കുന്ന വികസന പ്രവർത്തനങ്ങളുടെ ഒരു പരിച്ഛേദം മാത്രമാണ്. റോഡുകൾ, പാലങ്ങൾ, സ്കൂളുകൾ, ആശുപത്രികൾ, വൈദ്യുതി ലൈനുകൾ, കുടിവെള്ള പദ്ധതികൾ, സർക്കാർ ഓഫീസുകൾ ഇവയെല്ലാം കേവലം നിർമ്മിതികളല്ല, മറിച്ച് ഒരു നാടിൻ്റെ വളർച്ചയുടെ, ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർച്ചയുടെ സൂചനകളാണ്. ഈ വികസന യാത്രയിൽ ഓരോ പൗരനും പങ്കാളിയാണ്. ഇനി നമുക്ക് തൃശൂർ ജില്ലയിലെ തന്നെ പുതുക്കാട് നിയോജക മണ്ഡലത്തിന്റെ വികസന കാഴ്ചകൾ കാണാം. മുകുന്ദപുരം താലൂക്കിലെ അളഗപ്പ നഗർ, നെന്മണിക്കര, പറപ്പുകര, പുതുക്കാട്, തൃക്കൂർ എന്നീ ഗ്രാമപഞ്ചായത്തുകളും ചാലക്കുടി താലൂക്കിലെ മറ്റത്തൂർ, പരന്തരപ്പള്ളി പഞ്ചായത്തുകളും തൃശൂർ താലൂക്കിലെ വല്ലച്ചിറ പഞ്ചായത്തും ചേർന്നതാണ് ഈ മണ്ഡലം. കാർഷിക സമൃദ്ധിയും വ്യവസായ വളർച്ചാ സാധ്യതകളും കൈകോർക്കുന്ന ഈ നാടിൻ്റെ ഭാവിയെ സംസ്ഥാന സർക്കാരിൻ്റെ ദീർഘവീക്ഷണത്തോടുള്ള പദ്ധതികളും കിഫ്ബി പോലുള്ള ധനസമാഹരണ മാർഗങ്ങളിലൂടെ ലഭ്യമാക്കുന്ന 100 കണക്കിന് കോടി രൂപയുടെ നിക്ഷേപവും എങ്ങനെയാണ് പുനർനിർമ്മിക്കുന്നത് എന്ന് നമുക്ക് വിശദമായി തന്നെ അറിയാം. പുതുക്കാടിന്റെ സമഗ്രമായ പരിവർത്തനം ലക്ഷ്യമിട്ട് ഒരു വികസന കുതിപ്പാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കേവലം ഉപരിപ്ലവമായ മാറ്റങ്ങളല്ല, മറിച്ച് നാടിന്റെ അടിസ്ഥാന സൗകര്യങ്ങളിലും ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന പദ്ധതികളാണ് സർക്കാർ ഇവിടെ നടപ്പിലാക്കുന്നത്. പൊതുമരാമത്ത് വകുപ്പിന്റെ കീഴിൽ റോഡുകളും പാലങ്ങളും നിർമ്മിക്കപ്പെടുന്നു. വിദ്യാഭ്യാസ വകുപ്പ് സ്കൂളുകളെ ആധുനികവൽക്കരിക്കുന്നു. ആരോഗ്യ വകുപ്പ് ചികിത്സാ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നു. ജലവിഭവ വകുപ്പ് കുടിവെള്ളവും ജലസേചന സൗകര്യങ്ങളും ഉറപ്പാക്കുന്നു. സാംസ്കാരിക വകുപ്പ് വിനോദത്തിനും വിജ്ഞാനത്തിനും അവസരങ്ങൾ ഒരുക്കുന്നു. ആസൂത്രണ വകുപ്പ് പുതിയ തൊഴിൽ സാധ്യതകൾ തുറക്കുന്നു. ഇങ്ങനെ എല്ലാ മേഖലയെയും സ്പർശിക്കുന്ന ഒരു വികസന വിപ്ലവത്തിനാണ് പുതുക്കാട് സാക്ഷ്യം വഹിക്കുന്നത്. ഈ നമ്മുടെ റോഡുകൾ ഇനിയിപ്പോൾ നിങ്ങൾക്കറിയാം, നന്ദിക്കര തൊട്ട് മാപ്രാണം വരെയുള്ള റോഡ് BMBCയിൽ വലിയ റോഡ് പണിതുകൊണ്ടിരിക്കുകയാണ്, പണി പൂർത്തീകരിക്കുന്നു. നെല്ലായിൽ നിന്ന് നന്ദിക്കര വഴിക്ക്, നെല്ലായിൽ നിന്ന് പിന്നെ ആനന്ദപുരം വഴിക്കുള്ള റോഡ് BMBC പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഫസ്റ്റ് റേറ്റ്
ഇത് ഞങ്ങൾ ഡിവൈഡ് ചെയ്തു. ആ പുത്തൂരിനെ മാറ്റി പുതുക്കാട് മണ്ഡലത്തിൽ തന്നെ ഒരു റീച്ചാക്കി മാറ്റി 20 കിലോമീറ്ററിൻ്റെ മൊത്തം 136 കോടി രൂപയാണ് കിഫ്ബിയിൽ നിന്ന് പണം നീക്കി വെച്ചിട്ടുള്ളത്. ആദ്യം നിന്ന് തന്നെ ഞങ്ങളിപ്പോൾ തൃക്കൂർ പഞ്ചായത്തിൻ്റെ പുളിഞ്ചോട് എന്ന് പറഞ്ഞ സ്ഥലം തൊട്ട് പുലിക്കണ്ണി വരെ, പരന്തരപ്പള്ളി പഞ്ചായത്തിൻ്റെ പുലിക്കണ്ണി വരെയുള്ള 5 കിലോമീറ്റർ അത് ടെൻഡർ ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഇപ്പോൾ. അതിന് പ്രത്യേക എസ്റ്റിമേറ്റ് തയ്യാറാക്കി ഇപ്പോൾ അതിൻ്റെ അളവ് കഴിഞ്ഞത് പൂർത്തീകരിച്ചു. അവിടെ നിന്ന് നിർമ്മാണം ആരംഭിക്കാൻ പോകുക റീച്ചിൻ്റെ. അപ്പോൾ മലയോര ഹൈവേ 12 മീറ്റർ വീതിയിലുള്ള മികച്ച റോഡ് ആ മണ്ഡലത്തിലൂടെ കടന്നു പോകും. പിന്നെ പള്ളിക്കുന്ന് മുതൽ പാലപ്പള്ളി വരെയുള്ള റോഡ് അതിപ്പോൾ ഭൂമി ഏറ്റെടുക്കുന്ന നടപടിയിലേക്ക് 11 മണ്ണിലേക്ക് കടന്നിരിക്കുകയാണ്. താൽക്കാലികമായി 1,20,00,000 രൂപ വെച്ച് ഓവർലേ BC ഓവർലേ ഇപ്പോൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിൽ കുറച്ച് ഏരിയ ഇപ്പോൾ 50 ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റും കൂടി തയ്യാറാക്കി കൊടുത്തിട്ടുണ്ട്. പാലപ്പള്ളിയിലെ അവിടെ നിന്ന് അങ്ങോട്ട് കുറച്ച് ഏരിയയിൽ കുറച്ച് ചെയ്യാനുണ്ട്. അത് ആദ്യം ഇവർ ഭൂമി ഏറ്റെടുക്കുന്ന സ്ഥലം വരെയുള്ള സ്ഥലത്തിൻ്റെ ഉള്ള ഓവർലേക്കുള്ള എസ്റ്റിമേറ്റ് കൊടുത്തിരുന്നുള്ളൂ. അത് പറ്റിയൊരു കാര്യമാണ്. അതിപ്പോൾ അവർ വീണ്ടും കൊടുത്തിട്ടുണ്ട് 50 ലക്ഷം രൂപയുടെ. അതിപ്പോൾ വരും. പാലപ്പള്ളി മുതൽ ചിമ്മിനി ഡാം വരെയുള്ള റോഡ് നമ്മൾ 8 കോടി രൂപയിൽ നവീകരിച്ച് മികച്ച റോഡാക്കി കഴിഞ്ഞു. പുതുക്കാട് എന്ന് പറഞ്ഞെങ്കിൽ പുതുക്കാട്, ചെങ്ങാലൂർ, നന്ദിപുരം, മുപ്ലിയം, പിന്നെ ഇഞ്ചക്കുണ്ട്, കോടാലി വരെയുള്ള 18 കിലോമീറ്റർ റോഡ് കിഫ്ബിയുടെ 82 കോടി രൂപയുടെ ടെൻഡറിലേക്ക് അത് പോവുകയാണ്. അതിൻ്റെ പിന്നെ ഫൈനാൻഷ്യൽ സാങ്ഷന് വേണ്ടി ഇപ്പോൾ നമ്മൾ കൊടുത്തേക്കാണ്. അത് 10 മീറ്റർ വീതി നിർബന്ധം പറഞ്ഞതാണ്. ഇപ്പോൾ 9 മീറ്റർ ആക്കി ചുരുക്കിയിട്ടുണ്ട്. ഫ്രീ സറണ്ടർക്കെല്ലാം പിന്നെ ജനങ്ങൾ നൽകി അത് ഏൽപ്പിച്ച് അതിൻ്റെ കാര്യങ്ങളിലേക്ക് പോവാണ്. മികച്ച റോഡുകൾ ആവും. ഇനി റോഡുകൾ കുറേ നിർമ്മാണ ഉദ്ഘാടനം നടത്തി കഴിഞ്ഞാൽ തുടങ്ങുകയാണ്. വല്ലച്ചരന്നുള്ള ഈ ഭരണ ഉങ്ങഞ്ചോട് നേരെ വരുന്ന തലൂർക്ക് കയറി വരുന്ന ആ റോഡ് 3.5 കോടി രൂപയിൽ ഇപ്പോൾ നവീകരിക്കുകയാണ്. നിർമ്മാണ ഉദ്ഘാടനം നടത്തി കഴിഞ്ഞു. അത് തുടങ്ങുന്നു. ആമ്പല്ലൂരിൽ നിന്ന് പള്ളിക്കുന്ന് വരെയുള്ള റോഡിന് 3.5 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. അത് നല്ല മികച്ച റോഡാണ്. അത് വീണ്ടും ഓവർലേ ചെയ്യാൻ വേണ്ടി BC ഓവർലേ ചെയ്യാൻ വേണ്ടി 3.5 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. ചെങ്ങാലൂരിൽ നിന്ന് ശാന്തിനഗറിൽ നിന്ന് മണ്ണമ്പട്ട വരെയുള്ള PW റോഡിന് 5 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. അതിൻ്റെ ടെൻഡർ കഴിഞ്ഞു. അത് നിർമ്മാണം വയ്ക്കാൻ പോവുകയാണ്. അങ്ങനെ റോഡുകൾ ഓരോന്നോരോന്നായി മികച്ച റോഡുകളാക്കി നമ്മൾ മാറ്റുകയാണ്. പുതുക്കാട് നിന്ന് കാഞ്ഞൂർ വഴിക്ക് ചുങ്കം വഴിക്കുള്ള റോഡൊക്കെ 3 കോടി രൂപയിൽ നവീകരിച്ച് BMBC ആക്കി മികച്ച റോഡുകളാക്കി മാറ്റി കഴിഞ്ഞു. എല്ലാ റോഡുകളും മികച്ച റോഡുകളായി മാറുകയാണ്. ഇതാണ് ഗതാഗത സൗകര്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. പുതുക്കാട് മണ്ഡലത്തിലെ റോഡ് ശൃംഖലയെ ആധുനികവൽക്കരിക്കാനും യാത്രാക്ലേശം പരിഹരിക്കാനും ലക്ഷ്യമിട്ടുള്ള നിരവധി പദ്ധതികളാണ് പൊതുമരാമത്ത് വകുപ്പ് കേരള റോഡ് ഫണ്ട് ബോർഡ് മുഖേന നടപ്പിലാക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പുതുക്കാട് മുപ്ലിയം കോടാലി റോഡിന്റെ നവീകരണം. 18 കിലോമീറ്ററിലധികം ദൂരം വരുന്ന ഈ പ്രധാന പാത 59 കോടി 20 ലക്ഷം രൂപ ചെലവഴിച്ചാണ് അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുന്നത്. വീതി കൂട്ടി, ഉപരിതലം ബലപ്പെടുത്തി, സുരക്ഷാ സംവിധാനങ്ങളോടെ ഈ റോഡ് പൂർത്തിയാകുമ്പോൾ അത് പുതുക്കാടിന്റെ കിഴക്കൻ മേഖലകളിലേക്കുള്ള യാത്ര സുഗമമാക്കും. കാർഷിക ഉൽപ്പന്നങ്ങൾ എളുപ്പത്തിൽ വിപണിയിലെത്തിക്കാൻ കർഷകരെ സഹായിക്കും. അതുപോലെ കൊടകര വെള്ളിക്കുളങ്ങര സ്കൂൾ റോഡിന്റെ നവീകരണവും പ്രാധാന്യമർഹിക്കുന്നു. 24 കോടി രൂപയുടെ ഈ പദ്ധതിയുടെ 3ാം ഘട്ട പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. ഇതിനകം 1,77 ലക്ഷം രൂപയുടെ പണി പൂർത്തിയായി. മലയോര മേഖലയിലേക്കുള്ള പ്രധാന പാതകളിലൊന്നാണിത്. ചാത്തൻ മാസ്റ്റർ റോഡിന്റെ 8.48 കിലോമീറ്റർ നവീകരിക്കുന്നതിനായി 34 കോടി 36 ലക്ഷം രൂപയും പള്ളിക്കുന്ന് ചിമ്മിനി ഡാം റോഡിന്റെ 8.5 കിലോമീറ്റർ മെച്ചപ്പെടുത്തുന്നതിനായി 39 കോടി 49 ലക്ഷം രൂപയും സർക്കാർ നീക്കിവെച്ചിട്ടുണ്ട്. ചിമ്മിനി ഡാം മേഖലയിലേക്കുള്ള റോഡ് ടൂറിസം വികസനത്തിന് മുതൽക്കൂട്ടാകും. കൂടാതെ സംസ്ഥാനത്തിന്റെ അഭിമാന പദ്ധതിയായ മലയോര ഹൈവേയുടെ ഭാഗമായി വിലങ്ങന്നൂർ വെള്ളിക്കുളങ്ങര റോഡ് വികസിപ്പിക്കുന്നതിനും 136 കോടി 49 ലക്ഷം രൂപയുടെ ബൃഹത് പദ്ധതിയും നടക്കുന്നു. ഈ റോഡുകളെല്ലാം പൂർണ്ണമാകുമ്പോൾ യാത്രാസമയം ലാഭിക്കാം, ഇന്ധനക്ഷമത വർദ്ധിപ്പിക്കാം, ഏറ്റവും പ്രധാനമായി സുരക്ഷിതമായ യാത്ര ഉറപ്പാക്കാം. പുതുക്കാട് മണ്ഡലത്തിലെ പതിറ്റാണ്ടുകളായുള്ള ഒരു പ്രധാന പ്രശ്നമായിരുന്നു റെയിൽവേ ലെവൽ ക്രോസുകളിലെ ഗതാഗതക്കുരുക്കും അപകടങ്ങളും. ഇതിന് ശാശ്വത പരിഹാരം കാണുകയാണ് റെയിൽവേ മേൽപ്പാലങ്ങളുടെ നിർമ്മാണത്തിലൂടെ. പുതുക്കാട് റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള ജനത്തിരക്കേറിയ ലെവൽ ക്രോസ് നമ്പർ 28, 29 എന്നിവയ്ക്ക് പകരമായി 41 കോടി 56 ലക്ഷം രൂപ ചെലവിൽ നിർമ്മിക്കുന്ന ഇരട്ട മേൽപ്പാലം ഇതിന് മികച്ച ഉദാഹരണമാണ്. റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ കേരള ലിമിറ്റഡാണ് നിർമ്മാണം നടത്തുന്നത്. ഇതിനകം 11 കോടി രൂപയുടെ പ്രവർത്തനങ്ങൾ പൂർത്തിയായ ഈ പദ്ധതി പുതുക്കാട് ടൗണിന്റെ ഗതാഗതക്കുരുക്കിന് വലിയ ആശ്വാസം നൽകും. ഇതുപോലെ ആളൂർ റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള ലെവൽ ക്രോസ് നമ്പർ 33 പകരമായി 21 കോടി 86 ലക്ഷം രൂപ ചെലവിൽ ആളൂർ മേൽപ്പാലവും
നെല്ലായിൽ 32,35,00,000 രൂപ ചെലവിൽ നെല്ലായി മേൽപ്പാലവും, നന്ദിക്കരയിൽ 34,89,00,000 രൂപ ചെലവിൽ നന്ദിക്കര മേൽപ്പാലവും യാഥാർത്ഥ്യമാവുകയാണ്. ഈ മേൽപ്പാലങ്ങൾ കേവലം കോൺക്രീറ്റ് തൂണുകളല്ല, മറിച്ച് ആയിരക്കണക്കിന് മനുഷ്യരുടെ സമയവും ഇന്ധനവും ജീവനും സംരക്ഷിക്കുന്ന വികസന സ്മാരകങ്ങളാണ്. ഇവ പൂർത്തിയാകുന്നതോടെ ദേശീയപാതയിലേക്കും മറ്റ് പ്രധാന റോഡുകളിലേക്കുമുള്ള യാത്ര തടസ്സരഹിതമാകും. വിദ്യാഭ്യാസ രംഗത്ത് ഒരു നിശബ്ദ വിപ്ലവം തന്നെയാണ് പുതുക്കാട് നടക്കുന്നത്. പൊതുവിദ്യാലയങ്ങൾ ഇനി പിന്നോക്കമല്ല, മറിച്ച് സ്വകാര്യ സ്കൂളുകളോട് കിടപിടിക്കുന്ന ഭൗതിക സാഹചര്യങ്ങളും അക്കാദമിക് മികവും കൈവരിക്കുകയാണ്. സ്മാർട്ട് ക്ലാസ് റൂമുകൾ, ആധുനിക കമ്പ്യൂട്ടർ ലാബുകൾ, സയൻസ് ലാബുകൾ, ആകർഷകമായ ലൈബ്രറികൾ, പുതിയ കെട്ടിടങ്ങൾ, മികച്ച ടോയ്ലറ്റ് സൗകര്യങ്ങൾ എന്നിവയെല്ലാം ഈ പദ്ധതികളിലൂടെ യാഥാർത്ഥ്യമാകുന്നു. ഇത് കുട്ടികളുടെ പഠന നിലവാരം ഉയർത്താനും പൊതുവിദ്യാലയങ്ങളിലുള്ള സമൂഹത്തിന്റെ കാഴ്ചപ്പാട് മാറ്റാനും സഹായിക്കുന്നു. ജനങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിൽ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. ഇതിന്റെ ഭാഗമായി അടിയന്തര സാഹചര്യങ്ങളെ നേരിടാൻ താലൂക്ക് തലം മുതൽ പ്രാഥമിക തലം വരെ ആരോഗ്യ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുകയാണ്. സംസ്ഥാനത്തെ 140 നിയോജക മണ്ഡലങ്ങളിലും 10 കിടക്കകളുള്ള ഐസൊലേഷൻ വാർഡുകൾ നിർമ്മിക്കുന്ന പദ്ധതി പുതുക്കാട് മണ്ഡലത്തിലെ ആരോഗ്യ കേന്ദ്രങ്ങൾക്കും പ്രയോജനപ്പെടും. കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ ലിമിറ്റഡ് വഴി നടപ്പിലാക്കുന്ന ഈ പദ്ധതി പകർച്ചവ്യാധികൾ പോലുള്ള അടിയന്തര ഘട്ടങ്ങളിൽ പ്രാദേശികമായി തന്നെ ചികിത്സ നൽകാൻ സഹായിക്കും. കുടിവെള്ളം, ജലസേചനം എന്നീ ആവശ്യങ്ങൾക്ക് പ്രാധാന്യം നൽകി ജലവിഭവ വകുപ്പും പദ്ധതികൾ നടപ്പിലാക്കുന്നു. തൃശൂർ കോർപ്പറേഷനും സമീപ പഞ്ചായത്തുകൾക്കുമായി കേരള വാട്ടർ അതോറിറ്റി നടപ്പിലാക്കുന്ന 212 കോടി രൂപയുടെ സമഗ്ര കുടിവെള്ള പദ്ധതിയുടെ 1ാം ഘട്ടം സമീപ പ്രദേശമെന്ന നിലയിൽ പുതുക്കാടിനും ദീർഘകാലാടിസ്ഥാനത്തിൽ ഗുണകരമാകും. അതോടൊപ്പം പുതുക്കാട് പഞ്ചായത്തിലെ വെള്ളപ്പൊക്ക ഭീഷണി ലഘൂകരിക്കാനും ചെറിയ തോതിലുള്ള ഗതാഗതത്തിനും ഉപകരിക്കുന്ന കാനാട്ടുതോട് RCB കുറുമാലിപ്പുഴയ്ക്ക് കുറുകെ നിർമ്മിക്കുന്ന പദ്ധതിയും ശ്രദ്ധേയമാണ്. കേരള ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് 27,37,00,000 രൂപ ചെലവിൽ നടത്തുന്ന ഈ പദ്ധതിയുടെ ഭൂരിഭാഗം നിർമ്മാണവും പൂർത്തിയായി കഴിഞ്ഞു. രണ്ടാമതൊരു RCBയുടെ നിർമ്മാണവും പരിഗണനയിലുണ്ട് എന്നത് ഈ മേഖലയിലെ ജലപരിപാലനത്തിന് സർക്കാർ നൽകുന്ന പ്രാധാന്യം വ്യക്തമാക്കുന്നു. സാംസ്കാരിക ഉന്നമനത്തിനും സർക്കാർ ഊന്നൽ നൽകുന്നു.
അളഗപ്പ നഗറിൽ കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ 16,83,00,000 രൂപ ചെലവിൽ സ്ഥാപിക്കുന്ന സിനിമാ തിയേറ്റർ സമുച്ചയം ഇതിന് ഉദാഹരണമാണ്. ഇതിനകം 4,86,00,000 രൂപയുടെ പ്രവർത്തനങ്ങൾ നടന്നു കഴിഞ്ഞു. ഇത് പ്രദേശവാസികൾക്ക് കുറഞ്ഞ ചെലവിൽ മികച്ച സിനിമാ ആസ്വാദന അനുഭവം നൽകുന്നതിനൊപ്പം ഒരു സാംസ്കാരിക കേന്ദ്രമായും പ്രവർത്തിക്കും. യുവതലമുറയ്ക്ക് പുതിയ തൊഴിൽ സാധ്യതകൾ തുറന്നു കൊടുക്കുക എന്ന ലക്ഷ്യത്തോടെ ആസൂത്രണ സാമ്പത്തിക കാര്യ വകുപ്പ് കേരള ഡെവലപ്മെന്റ് ആൻഡ് ഇന്നോവേഷൻ സ്ട്രാറ്റജിക് കൗൺസിൽ വഴി നടപ്പിലാക്കുന്ന വർക്ക് നിയർ ഹോം പദ്ധതിയും പുതുക്കാടിന് പ്രതീക്ഷ നൽകുന്നു. 27,50,00,000 രൂപയുടെ ഈ സംസ്ഥാനതല പദ്ധതി യുവജനങ്ങൾക്ക് ആധുനിക തൊഴിൽ മേഖലകളിൽ വൈദഗ്ധ്യം നേടാനും വലിയ നഗരങ്ങളിലേക്ക് കുടിയേറാതെ തന്നെ സ്വന്തം നാട്ടിൽ മികച്ച വരുമാനം കണ്ടെത്താനും അവസരമൊരുക്കും. നമ്മൾ ഇതുവരെ കണ്ടത് പുതുക്കാട് നിയോജക മണ്ഡലത്തിൽ പുരോഗമിക്കുന്ന വികസന പ്രവർത്തനങ്ങളുടെ ഒരു വലിയ ക്യാൻവാസിൽ നിന്നുള്ള ഏതാനും ചിത്രങ്ങൾ മാത്രമാണ്. ഓരോ പദ്ധതിയും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു. മികച്ച റോഡുകൾ വ്യവസായ വളർച്ചയ്ക്ക് സഹായിക്കുന്നു. ആധുനിക വിദ്യാഭ്യാസം മികച്ച തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നു. മെച്ചപ്പെട്ട ആരോഗ്യവും കുടിവെള്ള ലഭ്യതയും ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുന്നു. ഇതെല്ലാം ചേർന്ന് പുതുക്കാടിനെ കൂടുതൽ ഊർജ്ജസ്വലവും പുരോഗമനോന്മുഖമായ ഒരു നാടാക്കി മാറ്റുകയാണ്. വികസന വേദിയിൽ വിജയകേരളം എന്ന പ്രോഗ്രാമിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റ് മണ്ഡലങ്ങളിലെ വികസനങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം.